നീതിപീഠത്തിന്റെ മാതൃകാപരമായ ശിക്ഷാവിധി വന്ന ദിനം. രാജ്യത്തെ തന്നെ നടുക്കിയ കൊടും പീഡന കേസുകളിലൊന്നാണ് മുൻ എംപിയും JDS നേതാവുമായ പ്രജ്വൽ രേവണ്ണ പ്രതിയായ ബലാത്സംഗ കേസ്. ഈ കേസിലൊന്നിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ്. പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഫാം ഹൌസിലെ വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്തു, ദൃശ്യങ്ങൾ പകർത്തി, വീണ്ടും ഈ പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ്. ഗുരുതരമായ കുറ്റമെന്നാണ് ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയത്. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഇനിയുമുണ്ട് 2 കേസുകൾ. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നലെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സമയത്ത് പ്രജ്വൽ രേവണ്ണ കോടതിയിൽ കണ്ണീരൊഴുക്കിയെന്ന് നമ്മൾ കേട്ടിരുന്നു. ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു, പീഡന ദൃശ്യങ്ങൾ പകർത്തുന്നു, ആ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും ആ സ്ത്രീയെ കാണിച്ച് വീണ്ടും ക്രൂരത തുടരുന്നു. അതാണ് ഒരു ജനപ്രതിനിധിയായിരുന്ന പ്രജ്വൽ രേവണ്ണ ചെയ്ത കേസ് കുറ്റം. അനശ്വര, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ, അതായത് എന്നും വീട്ടിൽ ഭക്ഷണം വെച്ച് വിളമ്പി തരുന്ന ഒരു സ്ത്രീയെയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം ആ ദൃശ്യങ്ങൾ പകർത്തി ഫോണിലും ഹാർഡ് ഡിസ്കിലുമൊക്കെ സൂക്ഷിക്കുകയും ചെയ്തത്. ആ പെൺകുട്ടിക്ക് ആ പീഡനത്തിനിരയായ സ്ത്രീക്ക് ഈ പ്രജ്വൽ രേവണ്ണയുടെ പ്രായമുള്ള ഒരു മകളുണ്ട്. ആ കുടുംബം എത്രത്തോളം ട്രോമയിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടാകുക എന്നുള്ള ഒരു കാര്യം കോടതി ഈ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇരയുടെ ഒരവസ്ഥ എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യം കോടതി ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിൽ പറയുന്നുണ്ട്. ഏതായാലും 5 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ് ആദ്യ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഇപ്പോൾ ശിക്ഷയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇന്നലത്തേതിന് സമാനമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ പ്രജ്വൽ രേവണ്ണ കോടതിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടി. ഇന്നും അത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളൊക്കെ കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തു. പ്രജ്വൽ പറയുന്ന ഒരു കാര്യം, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കേസാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരയെ പ്രത്യേക താല്പര്യമെടുത്ത് പരാതി നൽകാനും കോടതിയിൽ എത്തിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അപ്പോഴും അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇയാൾ ഈ സ്ത്രീയോട് കാണിച്ചത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രജ്വലിന്റെ അഭിഭാഷക പോലും പറഞ്ഞൊരു കാര്യം, ഈ വലിയ ശിക്ഷ നൽകരുത്, തടവ് ശിക്ഷ പരമാവധി കുറിച്ച് മാത്രമേ നൽകാവൂ. അപ്പോഴും അവിടെ കുറ്റം തെളിഞ്ഞു എന്ന് പ്രതിഭാഗത്തിന് പോലും തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയിലെ വാദങ്ങൾ എല്ലാം. ഏതായാലും ഈ കേസിന്റെ ഒരു പിന്നാമ്പുറം എടുത്താൽ 400ഓളം സ്ത്രീകളെയാണ് ഇയാൾ അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇങ്ങനെ പല തരത്തിൽ ചൂഷണം ചെയ്തത്. ഇവരുടെ എല്ലാം വീഡിയോ ഒക്കെ ഇയാൾ ഫോണിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഇതിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇയാളുടെ ഈ കരാള ഹസ്തങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ്, ഏതാണ്ട് 6-7 ദിവസം മുൻപാണ് തിരഞ്ഞെടുപ്പിന് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ തല താഴ്ത്തി തല കുമ്പിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിൽ കുറച്ചു പേർക്കെങ്കിലും നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി 2 ബലാത്സംഗ കേസുകളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിലുള്ളത്. അതായത് ഒന്ന്, ഹാസനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഒരു വനിതയെ പീഡിപ്പിച്ച കേസ്. മറ്റൊരു കേസ് ബംഗളൂരുവിലെ വീട്ടിൽ വെച്ച് മറ്റൊരു യുവതിയെ പീഡിപ്പിച്ച കേസ്. ഇങ്ങനെ 2 ബലാത്സംഗ കേസുകളിൽ കൂടി ഇനി വിധി വരാനുണ്ട്. അതായത് ജീവിതകാലം മുഴുവൻ ഈ കേസിന്റെ ഒരു കാര്യമെടുത്താൽ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാകാൻ ഉള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്രയും സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിച്ചു, അത് പുറത്ത് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള നിയമങ്ങൾ അനുസരിച്ചും ഇയാൾക്കെതിരെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വല്ലാത്ത അത്രയും ഒരു പ്രത്യേക കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്.